അനുരാഗ ഭാഗം 1. രചന നക്ഷത്രപ്പെണ്ണ്. അവതരണം അപര. അനുവേച്ചി, എന്തേ അവിടെ? അതുകൂടി പറിച്ചുക. സ്കൂളിന് പുറകിലെ മൂവാണ്ടൻ മാവിൻ കൊമ്പിൽ തൂങ്ങിയാടുന്ന പച്ചമാങ്ങകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കൂട്ടം പീക്കിരി പയ്യന്മാർ ബഹളം വെക്കുന്നുണ്ട്. മാവിൻ ചില്ലയിൽ ധാവണത്തും അരയിൽ തിരുകി പാവാട മുകളിലേക്കുയർത്തി കുത്തി അവൾ നിൽക്കുന്നുണ്ട്. അനുരാഗ: ഇത്രയും മാങ്ങ പോരെ നിങ്ങൾക്ക്? ഇതന്നെ ഒരാഴ്ച കഴിക്കാനുള്ളതുണ്ട്. അനുരാഗ മുഖം ചുളിച്ചു. കോളേജിൽ നിന്ന് എത്തിയതേ ഉള്ളൂ. പീക്കിരി കൂട്ടം വളഞ്ഞു. മൂവാണ്ടന്മാവിൽ നിറയെ മാങ്ങകളുണ്ട്, പറിച്ചു തരാൻ. ആയിക്കോട്ടെ എന്ന് താനും കരുതി. അടയ്ക്ക പോലത്തെ ഈ പീക്കിരി പിള്ളേർക്ക് ഇപ്പം എത്ര മാങ്ങ വേണ്ടി വരും? എറിയാൻ 3 or 4. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ മാവിലേക്ക് വലിഞ്ഞു കയറി. എന്നിട്ടിപ്പം എന്താ കഥ? മാവിലെ 3/4 ഭാഗം മാങ്ങകളും പൊട്ടിച്ചു കൊടുത്തിട്ടും ചെക്കന്മാരുടെ കൊതി അടങ്ങിയിട്ടില്ല. നേരം കുറച്ചായി മാവിൽ നിന്ന് തിരുവാതിര കളിക്കണു. പോരാത്തതിന് താഴേക്ക് ഇട്ടുകൊടുത്ത മാങ്ങകൾ ഒരു തലയ്ക്ക് നിന്ന് തിന്നു തീർക്കുന്നുണ്ട് പീക്കിരികൾ. ഏത് നേരത്താണാവോ ദേവി എനിക്ക് മാവി കയറാൻ തോന്നിയത്? ശുണ്ടി കയറുന്നുണ്ടെങ്കിലും അതങ്ങ് പിടിച്ചു കെട്ടി. മാവിൻ്റെ ഉച്ചിയിലാണേ, ഒന്ന് പാളിയാൽ മതി, നടു ഒടിഞ്ഞ് കിടക്കേണ്ടി വരും. വന്ന് പെട്ടുപോയി. ഇനിയിപ്പോൾ പറിച്ചു കൊടുക്കാതെ വേറെ നിവർത്തിയില്ല. ഇടയ്ക്കിടെ കണ്ണുകൾ പാത്തും പതുങ്ങിയും റോഡിനപ്പുറം വായനശാലയിലേക്ക് നീളുന്നുണ്ട്. പിന്നെ കയ്യിലെ വാച്ചിലേക്കും. മണി 5 ആവാൻ 5 മിനിറ്റ് മാത്രം. നെഞ്ചിരിപ്പേറി കണ്ണുകൾ അടങ്ങാത്ത ആവേശത്തോടെ ആരുടെയോ വരവിനായി കാത്തുനിന്നു. കയ്യിൽ 1-2 പുസ്തകവും പിടിച്ചുകൊണ്ട് കൊമ്പൻ മീശയൊന്ന് തഴുകിയൊതുക്കി ദൃഢഗാത്രനായൊരുവൻ ഇറങ്ങി വരുന്നത് കണ്ടതും അനുരാഗയുടെ കണ്ണുകൾ വികസിച്ചു. ചുണ്ടുകളിൽ നിറഞ്ഞ പുഞ്ചിരി തെളിഞ്ഞു. ഒട്ടും അമാന്തിക്കാതെ മാവിൽ നിന്നും താഴേക്കിറങ്ങി. കയ്യിൽ പറ്റിപ്പിടിച്ച പൊടി തട്ടിക്കളഞ്ഞ് ഏളിയിലേക്ക് കയറ്റിക്കുത്തിയ പാവാട താഴ്ത്തിയിട്ട് ധാവണിയോതികൾ നേരെയാക്കി തറയിൽ കിടന്ന ബാഗെടുത്ത് തോളിലിട്ടുകൊണ്ട് വേഗത്തിൽ മുന്നോട്ടോടി. ചേച്ചി, മാങ്ങ! മാങ്ങയൊക്കെ ഇനി നാളെ, നേരം വൈകി. ഓട്ടത്തിനിടെ തിരിഞ്ഞു നോക്കാതെ അവൾ വിളിച്ചു കൂവി. റോഡ് മുറിച്ച് അപ്പുറത്തെത്തിയപ്പോഴേക്കും ആളങ്ങ് ദൂരേക്ക് നടന്നെത്തിക്കഴിഞ്ഞു. സേതുമാഷേ! ഉറക്കെ വിളിച്ചു കൂവിയെങ്കിലും ആളത് കേട്ടിട്ടില്ല. മൂളിപ്പാട്ടും പാടി ഒരേ നടത്തമാണ്. തീർത്തും ശാന്തമായ നടത്തമാണെങ്കിലും കാലിനടിയിൽ ചക്രം പിടിപ്പിച്ചതുപോലെയാണ്. നിന്ന നിൽപ്പിൽ 1 മൈൽ അപ്പുറം എത്തും. സേതുമാഷേ, കൂയി! പുറകെ ഓടിച്ചെന്ന് ഒരുവിധം അടുത്തെത്തി. ഓടിപ്പിടഞ്ഞ് വന്നതുകൊണ്ട് നന്നായി അണയ്ക്കുന്നുണ്ട്. മേൽച്ചുണ്ടിലും കഴുത്തിലും പൊടിഞ്ഞ വിയർപ്പ് തുള്ളികൾ ധാവണിത്തുമ്പാൽ തുടച്ചു നീക്കി. എന്തിനാ രാഗേ നീയിപ്പം ഇങ്ങനെ ഓടി അണച്ചു വന്നേ? ഒന്ന് വിളിച്ചൂടായിരുന്നോ? പുഞ്ചിരിയോടെ അവളുടെ പാറിപ്പറന്ന തലമുടിയൊന്ന് തലോടി ഒതുക്കി അത്യധികം വാത്സല്യത്തോടെ അദ്ദേഹം പറഞ്ഞു. കണ്ണടച്ചു നിന്നവൾ ആ സ്നേഹസ്പർശം ആസ്വദിച്ചു. ഉള്ളിലൊരു പ്രണയക്കടൽ ആർത്തിരുമ്പി. ഇത് നല്ല കൂത്ത്. തൊണ്ട പൊട്ടുമാർ ഉറക്കം ഞാൻ സേതുമാഷേന്ന് നീട്ടി വിളിച്ചിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാണ്ട് പോയ ആളാ. പരിഭവം കൊണ്ട് ചുണ്ടും കണ്ണും കൂർപ്പിച്ചു പിടിച്ചവൾ. ഉവ്വോ, ഞാൻ കേട്ടില്ലല്ലോ രാഗക്കുട്ടി. കവളിണയിൽ വീണ്ടും ആ വാത്സല്യ സ്പർശം. ദേ മാഷേ, ഞാനൊരു 100 തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ കുട്ടീന്ന് വിളിക്കരുതെന്ന്. എനിക്ക് വയസ്സ് 20 അത്രയ്ക്ക് കുട്ടിയൊന്നുമല്ല ഞാൻ. ഇത്തിരി പരിഭവത്തിൽ പെണ്ണിൻ്റെ വട്ടമുഖം ഉത്തിരിച്ചു വന്നു. അനുരാഗയുടെ വീർപ്പിച്ച മുഖവും പരിഭവം പറച്ചിലും കേട്ടിട്ട് സേതുമാഷിന് ചിരിയടക്കാനായില്ല. ആ മനുഷ്യൻ്റെ ഘനഗാംഭീര്യമുള്ള പൊട്ടിച്ചിരി ഒരു പ്രണയമാരിയായി അവളുടെ കർണപടങ്ങളിൽ പെയ്തിറങ്ങി. കൂർപ്പിച്ചു വെച്ച വീതിയേറിയ ചെഞ്ചുടിയിൽ ക്ഷണനേരം കൊണ്ട് പുഞ്ചിരി തെളിഞ്ഞു. എന്തിയെ ഇപ്പം ഇങ്ങനെ ചിരിക്കാൻ? ഞാൻ തമാശ ഒന്നും പറഞ്ഞില്ലാലോ. ഒന്നുമില്ല രാഗമാഡം. മേഡമോ? പെണ്ണിൻ്റെ മുഖം വീണ്ടും കൂർത്തു. കുട്ടീന്ന് വിളിക്കണ്ട, വലിയ പെണ്ണായി എന്നല്ലേ പറഞ്ഞേ? അപ്പം ഇത്തിരി ബഹുമാനത്തിൽ മേഡം എന്നാക്കിയതാ. സേതുമാഷിൻ്റെ സ്വരത്തിൽ കുസൃതി കലർന്നു. വേണ്ട, എന്നെ രാഗയെന്ന് വിളിച്ചാൽ മതി, എനിക്കതാ ഇഷ്ടം. കവളിൽ തെളിഞ്ഞ നാണച്ചുവപ്പ് മറയ്ക്കാനായവൾ തല കുനിച്ചു നിന്നു. എന്നാ അങ്ങനെ ആയിക്കോട്ടെ രാഗക്കുട്ടി. രാഗേ. മാഷേ! തറയിൽ ആഞ്ഞു ചവിട്ടി അവൾ ചിണുങ്ങി. ശരി ശരി രാഗ. നാണത്തിൽ അവളൊന്ന് മൂളി. എങ്ങനെ പോകുന്നു കോളേജ് ജീവിതമൊക്കെ? അടിപൊളിയായിട്ട് പോകുന്നു. ആകെ ഒരു വിഷമം, ഇടയ്ക്ക് കയറി വരുന്ന പരീക്ഷയാ. ബാക്കിയെല്ലാം സുഖാ. അനുരാഗിയുടെ സംസാരത്തിൽ വല്ലാത്തൊരാവേശം വന്നു പൊതിഞ്ഞു. കളിച്ച് ചിരിച്ച് നടന്നിട്ട് പഠിത്തം ഉൾപ്പെടുത്തിട്ടോ. ഈ മാഷ്ക്ക് ഏത് നേരവും പഠിത്തത്തെപ്പറ്റി മാത്രമാണോ പറയാനുള്ളൂ? സ്കൂൾ മാഷായതിൻ്റെ പത്രസാണോ?
ചുണ്ടു ചുളുക്കി ബാഗ് നെഞ്ചോടടക്കി അവൾ മുന്നോട്ട് നോക്കി നടന്നു. പിന്നെ എന്താ രാഗേ ചോദിക്കേണ്ടത്? കുറച്ച് ലോകകാരിയായാലോ? നർമ്മം കലർന്നൊരു മറു ചോദ്യം. വേണ്ട, എന്നോടൊന്നും ചോദിക്കണ്ടായേ. നടത്തം നിർത്തി അവൾ കൈകൂപ്പി കാണിച്ചു. പിണങ്ങാതെ രാഗേ. ദേ മാഷിൻ്റെ മീശമേലൊരു നര. പറഞ്ഞു തീരുന്നതിനൊപ്പം സേതുമാഷിൻ്റെ കട്ട മീശയ്ക്കിടയിലെ വെളുത്ത രോമം അവൾ പിഴുതു കഴിഞ്ഞിരുന്നു. വേദന കൊണ്ട് സേതു പുളഞ്ഞു. എന്ത് പണിയാ രാഗേ നീ കാണിച്ചേ? പ്രാണം പോയി. അത് പിന്നെ നര. പരുങ്ങലോടെ പിഴുതെടുത്ത ചാരരോമം അവൾ ഉയർത്തി കാണിച്ചു. എനിക്ക് വയസ്സ് 45. ഇനിയിപ്പോൾ കുറച്ച് നരയൊക്കെ ആവാം. മാഷിൻ്റെ കണ്ണുകളിൽ വീണ്ടും വാത്സല്യം. പിന്നെ 45. നെറ്റിമേൽ എഴുതി വെച്ചാൽ കൂടി ഒരാൾ വിശ്വസിക്കില്ല. കയ്യിലെ നരച്ച രോമം ഊതി പറപ്പിച്ചവൾ ഇരുവശത്തേക്കും പിന്നിട്ട മുടിയിൽ പിടിച്ചു നടന്നു. പുഞ്ചിരിച്ചുകൊണ്ട് സേതുമാധവനും അവളോടൊപ്പം നടന്നു. പിടിച്ചുകെട്ടാൻ നോക്കിയിട്ട് പോലും കണ്ണുകൾ സേതുവിലേക്ക് പാറി വീണു. കാരിരുമ്പ് പോലെ ഉറച്ച ശരീരവും കട്ടിമീശയും വിടർന്ന കുഞ്ഞു കണ്ണുകളും മാറി മാറി നോക്കി ആ 20കാരിയിൽ 45കാരനോടുള്ള അടങ്ങാത്ത അനുരാഗം നുരഞ്ഞു പൊങ്ങി. കാലം കുറച്ചായി ഈ മനുഷ്യൻ ചങ്കിൽ കയറി കുടിയിരിക്കാൻ തുടങ്ങിയിട്ട്. ആരെയും അറിയിക്കാതെ മനസ്സിലിട്ട് പ്രേമിക്കുകയാണ് അനുരാഗ ഈ സേതുമാഷിനെ. എന്താ നീ ഇങ്ങനെ നോക്കണത്? എന്നെ ആദ്യമായിട്ട് കാണും പോലെ. സ്വയം മറന്നുള്ള അനുരാഗയുടെ നോട്ടം കണ്ട് സേതുമാഷിൻ്റെ നെറ്റി ചുളിഞ്ഞു. എന്നും ഉണ്ടല്ലോ പുസ്തകം. സ്കൂളും പറമ്പിലെ പണിയും വീട്ടിലെ പണിയും കഴിഞ്ഞ് ഇതൊക്കെ എപ്പോൾ വായിച്ചു തീർക്കാനാ? പെട്ടെന്നുണ്ടായ ചോദ്യത്തിൽ അവളൊന്ന് പതറിയെങ്കിലും സമർത്ഥമായത് മറച്ചു പിടിച്ചു. ശ്രമിച്ചാൽ എല്ലാത്തിനും സമയമുണ്ടടോ, പക്ഷേ ശ്രമിക്കണം. പീലിക്കണ്ണുകൾ വിടർത്തി അനുരാഗ ആ മനുഷ്യനെ ഉറ്റുനോക്കി. അത്രമേൽ പ്രണയത്തോടെ, അതിലുപരി ബഹുമാനത്തോടെ. രാഗ പൊയ്ക്കോളൂ, ഞാൻ തോട്ടത്തിലേക്കാ. 1-2 വാഴ കുലച്ച് നിൽപ്പുണ്ട്, അതൊന്ന് വെട്ടിവെക്കണം. പോട്ടെ? തോളിൽ തട്ടി മുണ്ടിൻ്റെ തലപ്പ് പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന സേതുമാഷിനെ തന്നെ നോക്കി നിന്നു അനുരാഗ. പതിയെ തലചെരിച്ച് തോളിലൊന്ന് മുത്തി. മാഷിൻ്റെ കൈത്തലത്തിൻ്റെ ചൂടും ഗന്ധവും തങ്ങി നിൽക്കും പോലെ അവൾക്കുള്ളിലൊരു പ്രണയമഴ തന്നെ പെയ്തിറങ്ങി. 20കാരിയുടെ ബാലിശമായ ആകർഷണമായിട്ടല്ല, മറിച്ച് ഹൃദയത്തിൻ്റെ ഭിത്തിയിൽ കൊത്തിവെച്ച പ്രണയത്തിൻ്റെ ശാശ്വത ശില്പമായി.